ചേട്ടാ ഇത് പിള്ളേർ കളിക്കാനുള്ള സാധനമില്ലാന്ന് പറഞ്ഞല്ലേ. ഇവിടെ കിടന്ന് കറങ്ങിയിട്ട് യാതൊരു കാര്യമില്ല. ഋതുവിന്റെ കോൺസെൻട്രേഷൻ കളയാണ്ട് പൊക്കോണം. നിന്റെ ചേച്ചി ആ കുട്ടിമോന്റെ ചേച്ചിയാന്നോ? ആ അതെന്റെ കസിൻ സിസ്റ്ററാ. കൊള്ളാലോ. എന്നാ ചേച്ചിയുടെ പേരെന്നാ? ഡേസി ചേച്ചി. ഡേയ്സ് ചേച്ചി. ആ എവിടെ ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ആ ഇവിടെ തന്നെ, കുറച്ച് ദൂരം. ഏത് കോളേജിലാ? കോളേജ്. സെന്റ് തോമസ്. അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും കുറച്ച് കുറച്ചേരം കൂടെ ഉണ്ടാവും. മോർണിംഗ് വന്നേ ചോദിക്കട്ടെ. ആ അല്ല മോന്റെ പേരെന്താന്നാ പറഞ്ഞ? മിലൻ. എന്താ തുറക്കാത്തെ? ഇത്ര താമസം? എനിക്കൊരു കാര്യം പറയണം. ഇയാളാരാ? അലക്സിന്റെ ഫ്രണ്ടാ. പുള്ളി ഓവറായി പോയി, ബ്ലാക്ക് ഔട്ട് ആയി. അതെ ചേട്ടായി, ആ പെണ്ണ് ശരിയല്ല. അവൾക്ക് ലൂസ് തന്നേ. കുറച്ചു വട്ടമൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും. നീ ഇത്ര വലിയ സീരിയസ് ഇഷ്യൂ ആക്കല്ലേ പ്ലീസ്. നീ മാനേജ് ചെയ്യ്. ചേട്ടാ എന്ത് പറയും? ഞാൻ ഒരു ഭ്രാന്തിലൂടെ ജീവിക്കാനോ? ഇത് പ്രാന്തൊന്നും അല്ല റോഹൻ, ചെറിയ ഡിസ്റ്റർബൻസ് ആണ്. നീ അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്, അവിടെ എനിക്ക് നല്ല ചികിത്സ ഉണ്ടാവില്ലേ? ചേട്ടാ എന്തോ പറയുന്നത്? ഞാൻ പിന്നെ എന്താ പറയണ്ടേ? അങ്ങേര് നമ്മുടെ വീട്ടില് ചെറുക്കനെ അന്വേഷിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇല്ലാത്ത പ്രശ്നമുണ്ടെന്നല്ലേ. അതുകൊണ്ടാണല്ലോ പുള്ളി ചെറുക്കനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാഞ്ഞേ. ചെറുക്കനെ കുറിച്ച് അന്വേഷിച്ചിരുന്നാലും നിനക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പെണ്ണ് കിട്ടില്ല. ഗൂഗിളിൽ ജോലി എന്ന് പറഞ്ഞ് മോളെ കെട്ടിച്ചു വന്നിട്ട് PG തോറ്റ് അവിടെ ഹോട്ടലിൽ ജോലിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മിണ്ടാതിരിക്കുവോ? ഇനിയിപ്പോ പുള്ളിക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാം സംഭവിച്ചേക്കുന്നത് അല്ലതിന് വേണ്ടിയിട്ടാ. നീ എന്നെ വിശ്വസിക്ക്. തൽക്കാലം നീ പുറത്തേക്ക് പോകണം. ഇല്ലില്ല, ഞാൻ വരാം. വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യാം പ്ലീസ്. ഞാൻ വരാവുന്നേ. എന്തായി ഇത്? നടക്കട്ടെ ചായ, ഇനി വരുന്നിടത്ത് വെച്ചാണോ? ആദ്യം പ്രോയിനെ ബ്രെയിൻ വാഷ് ചെയ്തൂലേ? മോനെ രോഹ, നിന്റെ ജീവിതം നശിക്കല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബന്ധുവഴിയെ നിന്നോട് പറയുന്നത്. അല്ലാതെ അച്ചായനെ എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ. എന്ത് ചെയ്യാനാ? വല്ലാത്ത പ്രശ്നം. ഇവിടെ നിൽക്കായിരുന്നു. ആൾക്കാരൊക്കെ നോക്കുന്നത് അല്പം ഗൗരവത്തോടെ നിൽക്കുക. ഒരു ഗൗരവക്കാരൻ. ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാൻ പോവാം. മോനെ റോഹ, മറ്റൊന്നും വിചാരിക്കണ്ട. അവൾക്കെല്ലാം കളിയാ. ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. അത്ര ഇന്നസെന്റാ. അതെ, വയസ്സ് 24 ഇപ്പോഴും കുട്ടിയാണെന്ന് വിചാരിക്കുന്നവരെ ഇന്നസെന്റ് എന്നല്ല. ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഓഫ് ദ ഡേ. കൊള്ളാം. എന്തായാലും ഇവിടെയുള്ള വട്ടനൊരു കൂട്ടായി. നല്ല സ്മെല്ല് വരും. ആഹാ, അപ്പൊ നീ കാശിന് വേണ്ടിട്ട് അവനെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പെരകത്തുമ്പോ വാഴ വെട്ടാൻ നിക്കലോ മച്ചാ. വാഴ വെട്ടാനല്ല, പുര കത്താതിരിക്കാനാ ഞാൻ നോക്കണത്. അവൻ എന്റെ സ്വന്തം അനുജനല്ലടാ. അവന്റെ തലയിൽ ഒരു പ്രാന്തിയെ കെട്ടിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നണടാ? ഒരു ചെറിയ പ്രശ്നമുള്ള പെണ്ണിനെ നിങ്ങൾ ഭ്രാന്തിയാക്കിയോ? ചെറിയ പ്രശ്നം. നീ താഴെ വന്ന് നോക്ക്, അപ്പറിയാം. ഞാൻ താഴെ വരാം. നിങ്ങളത് ചെല്ല് തൽക്കാലം. ഇപ്പൊ വരണം. ഞാൻ വരാം. ഓക്കെ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? എൻ്റെ ഒരു ഫ്രണ്ടാ.
അടിച്ചിത്തിരി ഓഫായി പോയതാ. ബെസ്റ്റ് ഫ്രണ്ട്. ഇതുവരെ കർത്താവ് കൂടെ അങ്ങനെ പിടിച്ചെന്ന് വിചാരിച്ചു. ഇത് രക്ഷപ്പെടുത്തിയ അളിയ, ഞാൻ ഒരെണ്ണം അടിച്ചിട്ട് വരും. മോനോ അതൊക്കെ പണ്ട്. ഇനി എന്തപ്പനാന്ന് പറഞ്ഞ ആരാണ് അവർ കയറി വരാൻ പോകുന്നത്? ഇവിടെ കിടന്ന് കരഞ്ഞ് നാട്ടുകാരെ അറിയിക്കരുത്. ഇതൊരു കല്യാണ വീടാണ്. അതേലും ചെയ്. പൊക്കോ. ആ ഓ ശരി. ഇച്ചാൻ ആരെ അന്വേഷിക്കുന്നേ? എൻ്റെ അമ്മച്ചിയെ. ദേഷ്യപ്പെടല്ലേ ചായ, എന്റെ അമ്മച്ചി മരിച്ചോയില്ലേ? എനിക്കറിയാം ഇച്ചാൻ കാമുകയല്ല അന്വേഷിക്കുന്നേ. ഇതാളോട് നിപ്പുണ്ട്. ഇന്ന് അവളെ ഏത് റൂമിലോട്ട് കൊണ്ടുവന്നേ? ഒരുമാതിരി വർത്താനം പറയല്ലേ സൂസൻ. ദേഷ്യപ്പെടല്ലേ ചായ. അന്നത്തെ പോലെ ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് കയറി വന്നു വെറുതെ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ചോദിക്കുന്നേ. സൂസൻ, എൻ്റെ ആസനത്തിന് തീ പിടിച്ചോണ്ടിരിക്കുക. മനസ്സിലായോ? നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ഷോ കാണിച്ചോലെ കേട്ടോ? ഭക്ഷണം കഴിച്ചിട്ട് പോണേ. ഇനിയെങ്കിലും അങ്ങോട്ട് വരാൻ സമയം കിട്ടും. വരാ. ചെല്ല്. ഇതാണ് അവസ്ഥ. ഇപ്പൊ എന്ത് പറയുന്നു? അവളെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. മുതിർന്ന ശേഷം പോരായിരുന്നു കല്യാണം. റോയിന്ന് വന്നേ. അതെ, അങ്ങോട്ട് മാറിയില്ല. 5 മിനിറ്റ് സംസാരിക്കട്ടെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു. അത് പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ടാ. എന്നാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. ആ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും. അത് ചെറിയൊരു പ്രശ്നമാണ്. കണ്ടെടുത്തോളേ, ചെറിയൊരു പ്രശ്നമല്ല. അളിയ, മനസ്സമ്മതം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക്. അതെ, അയ്യോ റോയ്, ചതിക്കല്ലേ. ഇത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. സ്ത്രീധന തുക വല്ലതും കൂടുതൽ വേണം. പക്ഷേ നമ്മളെന്താ കാശിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തിന്റെ നിലയും വിലയൊക്കെ നിൽക്കല്ലോ. ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, സോറി സർ. റോയ്, കാശെന്ന് പറഞ്ഞാലേ എത്ര കൂടുതൽ വരും? എന്ത് വേണം നിങ്ങൾക്ക്? ലക്ഷ്മിയോട് സംസാരിച്ചാൽ പോരാ. ഈ കണ്ടെടുത്തോളേ കൊച്ചിന് മുഴുത്ത വട്ട. അപ്പോ അതിനനുസരിച്ചൊരു റേറ്റ് വേണമല്ലോ, അല്ലേ? പറ. എന്റെ കൊച്ചയൊന്ന് പതുക്കെ, നിന്റെ കൂമ്പുകാടി പോടി. ആദ്യമൊക്കെ അങ്ങനെയാ, പിന്നെ അതൊരു ശീലാവും. നീ ഒന്ന് ആഞ്ഞു വലിച്ചേ. എന്നാണ് ചെയ്യുന്നത് ഇവിടെ?
ചപ്പാത്തി ചുടുക. എന്താ ചായ കണ്ടോളൂ, ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. എന്താ ചായ, ഞങ്ങളിവിടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നടക്കുന്നത് പക്ഷേ അല്ലേ ഈ ചായ ഇവന്മാർക്കൊന്നും ഒരു വിവരമില്ലേ ചായ. എന്റെ ഈ ചായന് അങ്ങനെയല്ല, എന്റെ ചായന് ഭയങ്കര ജനറൽ നോളേജാ അല്ലേ. അങ്ങനെയാണ് അതെല്ലാം റോഹിത്തിനോട് ചോദിച്ചാൽ മതിയല്ലോ, എല്ലാം പറഞ്ഞു തരുമല്ലോ. ഗുഡ് ഐഡിയ. ചായ പറയും ചായ, വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ പറഞ്ഞു കൊടുക്കിച്ചായ, പറഞ്ഞു കൊടുക്കിച്ചായ. ഞാൻ പറഞ്ഞില്ലേ ഈ ചായന് നല്ല ജനറൽ നോളേജ് ആണെന്ന്. വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ കൈ വേദനിക്കുന്നു, വീട്. നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കരുത് എന്നുള്ളത്. ഇനി വീട് വിട്ട് പുറത്തേക്കിറങ്ങി മുട്ടുകാലയും തല്ലി ഓടിക്കും. മനസ്സിലായല്ലോ? കയറി പൊടിയായത്.